വിശുദ്ധ മത്തായി ശ്ലീഹ. ഗിഫ്റ്റ് ഓഫ് യാഹ് എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. ഗലീലയിലെ കഫർന്നഹൂമിൽ ചുങ്കം പിരിക്കുമ്പോഴാണ് ക്രിസ്തു മത്തായി ശ്ലീഹായെ വിളിക്കുന്നത്. അതിങ്ങനെയാണ്: യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് യേശുവിനെ അനുഗമിച്ചു. മർക്കോസിന്റെ സുവിശേഷത്തിൽ അൽഫായുടെ മകൻ ലേവി എന്നാണ് കാണുന്നത്. ലൂക്കോസും ലേവി എന്ന പേര് ആവർത്തിക്കുന്നു. എന്നാൽ മത്തായിയുടെ തെരഞ്ഞെടുപ്പ് യഹൂദ പ്രമാണികൾക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. അവർ യേശു തമ്പുരാനെ വിമർശിക്കുന്നു. യേശു അതിന് നൽകുന്ന മറുപടി, ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ അത്രേ വിളിപ്പാൻ വന്നത് എന്നാണ്. പുതിയ കാലഘട്ടത്തും ഈ വാക്യം വളരെ പ്രധാനമാണ്. സഭയിലേക്ക് വരുന്ന വിശ്വാസികളുടെ പൂർവ്വ ചരിത്രവും അവരുടെ കുടുംബ ചരിത്രവും കീറി മുറിച്ച് പഠിച്ച് വിമർശിക്കുന്ന പള്ളി പ്രമാണികൾ കൂടി വരുന്ന ഒരു കാലഘട്ടത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് വചനം പഠിപ്പിക്കുമ്പോൾ നമുക്ക് അവർ ഇപ്പോഴും ചുങ്കക്കാരനും പാപിയും കൊലപാതകനും കള്ളുകുടിയനുമായി തുടരുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. നമുക്ക് ഇതിൽ നിന്ന് ഒരു തിരിച്ചുപോക്ക് ആവശ്യമാണ്. ഓരോ വിശ്വാസികളും ശിഷ്യന്മാരായി മാറണം. വഴിതെറ്റിയവർ ആരെങ്കിലും നമ്മുടെ പരിസരത്തുണ്ടെങ്കിൽ അവരെ കരുതുവാനും സഭയോട് ചേർത്തു പിടിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. ചുങ്കക്കാരെ അക്കാലത്ത് വെറുപ്പോടുകൂടിയാണ് കണ്ടിരുന്നത്. റോമൻ നാണയം കൈകാര്യം ചെയ്യുന്നവരാകിയാൽ വിഗ്രഹാരാധികൾക്ക് തുല്യമായും കണ്ടിരുന്നു. കാരണം റോമൻ നാണയത്തിൽ രാജാവിന്റെ ചിത്രം കാണാം. അവിടെയാണ് കരം സംബന്ധിച്ച ചോദ്യത്തിന് ക്രിസ്തു അവർക്ക് നൽകുന്ന മറുപടി പ്രസക്തമാകുന്നത്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ നാണയം വാങ്ങിച്ചിട്ട് ചോദിക്കുന്നു, ഇതിലുള്ള ചിത്രം ആരുടേതെന്ന്. അവർ പറയുന്നു രാജാവിൻ്റെതെന്ന് പറയുമ്പോൾ തമ്പുരാൻ പറയുന്ന മറുപടി, രാജാവിനുള്ളത് രാജാവും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്നുള്ളതാണ്. പുതിയ നിയമ സുവിശേഷ ക്രമത്തിൽ മത്തായിയുടെ സുവിശേഷമാണ് ആദ്യം കാണുന്നത്. യേശു പ്രവാചകന്മാരുടെ പ്രവചനം നിവർത്തിയാക്കിയ രക്ഷകനാണെന്നും അവനിലൂടെയുള്ള വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുമെന്നും മത്തായിയുടെ സുവിശേഷം പഠിപ്പിക്കുന്നു. അബ്രഹാമിൽ തുടങ്ങുന്ന യഹൂദ വംശാവലിയുടെ ഭാഗമായാണ് മത്തായി ശ്ലീഹ യേശുക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നത്. ജനന സമയത്ത് കിഴക്കു നിന്ന് വരുന്ന വിദ്വാൻമാരുടെ സംഭവം മത്തായി ശ്ലീഹ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. നസ്രയത്തിലെ ശൈശവദശയിലുള്ള ക്രിസ്തുവിനെ പിന്നെ യോഹന്നാൻ സ്നാപകന്റെ സ്നാന സമയത്താണ് മത്തായി ശ്ലീഹ അവതരിപ്പിക്കുന്നത്. മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിലെ ഏറ്റവും മനോഹരമായ ഭാഗമാണ് 5-ാം അധ്യായം. അവിടെ ഗിരിപ്രഭാഷണം നമ്മൾ കാണുന്നു. ആത്മാവിൽ ദരിദ്രരായർ ഭാഗ്യവാന്മാരെന്ന് തുടങ്ങുന്ന ഭാഗ്യവർണ്ണന, അഷ്ടഭാഗ്യവർണ്ണന എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. 8 സ്റ്റെപ്പ് ഫോർ ബ്ലസ് ലൈഫ് എന്നും പറയാറുണ്ട്. ക്രിസ്തുവിന്റെ പെസഹ മുതലുള്ള സംഭവങ്ങൾ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ വിശദമായി പ്രതിപാദിക്കുന്നു. പത്രോസ് ശ്ലീഹ കരഞ്ഞ് അനുതപിക്കുന്നത് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഉണ്ട് എന്ന ക്രിസ്തു വചനത്തിലാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷം അവസാനിക്കുന്നത്. ക്രിസ്തു കൂടെയുള്ള ഒരു പുതിയ ജീവിതത്തിന്റെ തുടക്കവുമാണ് ഇതിന്റെ അന്ത്യവാക്ക് നമുക്ക് പകർന്നു തരുന്നത്. 28 അധ്യായമാണ് ഇതിനുള്ളത്. മത്തായി ശ്ലീഹ 15 വർഷം പാലസ്തീനിലും അതിനുശേഷം എത്യോപ്യ, മാസിഡോണിയ, സിറിയ, പേർഷ്യ എന്നിവിടങ്ങളിലും സുവിശേഷം അറിയിച്ചു. സ്വാഭാവിക മരണമായിരുന്നു എന്നും രക്തസാക്ഷിത്വ മരണമായിരുന്നു എന്നും തർക്കമുണ്ട്. എത്യോപ്യയിലോ മാസിഡോണിയയിലോ ആവാം മരണമെന്നാണ് പാരമ്പര്യം. സെപ്റ്റംബർ 21 റോമൻ സഭകളും നവംബർ 10 ഗ്രീക്ക് സഭകളും കൊണ്ടാടുന്നു. മത്തായിയുടെ വിളിയിലൂടെ ക്രിസ്തു പഠിപ്പിക്കുന്നത് സഭയിലേക്ക് വരുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണെന്നും അവന്റെ ജീവിതത്തിലും അവനോടുള്ള കാഴ്ചപ്പാടിലും ഒരു പുതിയ ഉൾക്കാഴ്ച വേണമെന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കൂടി ക്രിസ്തു പഠിപ്പിക്കുന്നു. പിന്നെ പഴയ കാര്യങ്ങളെ പറ്റി ചികഞ്ഞു പരിശോധിക്കേണ്ടുന്ന കാര്യമില്ല. ക്രിസ്തുവിനോട് കൂടിയുള്ള യാത്രയാണ് പിന്നീട്. ഇതൊരു സുന്ദരമായ യാത്രയാണ്.